അങ്ങനെ വീണ്ടും പവനായി തിരിച്ചു വന്നിട്ടുണ്ട്. പവനായി ശവമായിട്ടല്ല, കുറച്ചും കൂടി വീര്യമുള്ള ഒരാളായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഏകദേശം അന്യന്റെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം അന്യനായിട്ട് വന്നു, പിന്നെ അമ്പിയായി, എഗെയിൻ ഇപ്പോ ഇന്നലെ അന്യനായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ അന്യൻ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഭയങ്കര പ്രശ്നം മീഡിയയിലെല്ലാം വന്ന് ആ, നമ്മുടെ MLA കുറിച്ചാണ് ഞാൻ പറയണത്. അപ്പോ അദ്ദേഹം വന്നതിന് ശേഷം നേരെ വീണ്ടും ഒരു എന്താ പറയണേ, മുഖ്യമന്ത്രിയെ കാണുന്നു. മുഖ്യമന്ത്രി കണ്ടോടുകൂടി അതെല്ലാം താഴേക്ക് പോയി, അന്യൻ അമ്പിയായി. പക്ഷെ അമ്പി ആയതിനു ശേഷം ഇന്നലെ വീണ്ടും ഗോവിന്ദ മാസ്റ്റർ കണ്ടിട്ടുണ്ട്. ഗോവിന്ദ മാസ്റ്റർ കണ്ടതോടുകൂടി വീണ്ടും അമ്പിയായ അന്യൻ, സോറി, അമ്പിയായ എന്താ പുള്ളിയുടെ പേര്, അതിന്റെ ക്യാരക്ടർ പേരിട്ടുള്ള അമ്പി വീണ്ടും അന്യനായി. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി മറ്റേ ജനിച്ചപ്പോ മുതൽ കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആയിട്ടല്ലല്ലോ വന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരു പാർട്ടിയും എല്ലാം കൂടി പറഞ്ഞിട്ടല്ലേ മുഖ്യമന്ത്രി ആയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം വരാനായിട്ട് പോയിരുന്നു. ഏത് MR അജിത് കുമാറിനെ ഈ കേസന്വേഷണത്തിൽ നിന്നും ആ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അന്വേഷണം വരാനിരുന്നത്. പക്ഷെ അത് മുഖ്യമന്ത്രി വന്ന് കണ്ടപ്പോഴത്തേനും DGP വന്ന് കണ്ടപ്പോഴത്തേനും അതെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഓഫീസിൽ നിന്ന് പറഞ്ഞു തലപ്പത്ത് ഒരു മാറ്റങ്ങളും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് അജിത് കുമാറെ തൊടില്ല പിണറായി വിജയൻ. അപ്പോ അതൊരു കേസ് അങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രസകരമായിട്ടുള്ള ഈ അന്യന്റെ കഥ എനിക്ക് കിട്ടിയത് മാതൃഭൂമി പത്രത്തിലെ ഒരു കാരിക്കേച്ചറിൽ നിന്നാണ്. അപ്പൊ ഞാൻ അത് വെച്ചൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇന്ന് മാതൃഭൂമി ഇന്ന് 5-ാം തീയതിയാണ്. അപ്പൊ നമ്മുടെ ഓണമായിട്ട് അടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് ഓണം ഡിസ്കൗണ്ടുകളും മറ്റതും IG ഫ്യൂച്ചറിൽ വലിയൊരു ഫുൾ എന്താ പറയുക ഫുൾ പരസ്യമാണ്. 2 ജാക്കറ്റുകളാണ്. കാരണം പരസ്യങ്ങൾ കൂടുതലായതുകൊണ്ട് ജാക്കറ്റ് കൂട്ടും. ജാക്കറ്റ് പരസ്യങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ ഫ്രണ്ട് പേജ് ആക്ച്വലി 2 പേജുകൾക്ക് ശേഷമാണ്. പക്ഷിപ്പനി 4 ജില്ലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവ് എന്ന് പറഞ്ഞാൽ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, മറ്റേ ആലപ്പുഴ ജില്ല മുഴുവനായി അങ്ങനെ 4 ജില്ലകളിലേക്ക് ഡിസംബർ വരെ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷികളെ കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ പാടില്ല. പക്ഷികൾ എന്ന് പറയുമ്പോൾ കോഴി, താറാവ്, കാട, ഈ 3 ഇനങ്ങളാണ്. പിന്നെ അങ്ങനത്തെ കുറെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. കാരണം പക്ഷിപ്പനി കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എറണാകുളത്തെ ഭാഗമുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ കഴിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചക്കൊള്ളാം. ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അവര്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷിപ്പനി ബാധിത മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം. ഡിസംബർ 31 വരെയാണ് നിയന്ത്രണം. സെപ്റ്റംബർ 2-നാണ് വിജ്ഞാപനം ഇറങ്ങിയത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ്. ആലപ്പുഴ ജില്ല മുഴുവനായി നിയന്ത്രണമുണ്ട്. വൈറസ് വ്യാപനം തടയുകയാണ് ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നെ നിയന്ത്രണ മേഖലയിലേക്ക് പക്ഷികളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ പാടില്ല. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഹാച്ചറികളിലുള്ള മുട്ടകൾ ശാസ്ത്രീയമായി നശിപ്പിക്കണം. അതിന് മുട്ടയൊന്നിന് 5 രൂപ നഷ്ടപരിഹാരം നൽകണം. കോഴി, താറാവ് രണ്ടിന്റെ മുട്ടകൾ നശിപ്പിക്കുന്നതിനാണ് ഒരു മുട്ടയ്ക്ക് 5 രൂപ എന്നുള്ള രീതിയിൽ നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ ഹാച്ചറികളിൽ മുട്ട വിരിയിക്കാനും പാടില്ല. വിജ്ഞാപന തീയതിക്ക് ശേഷം മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവ നശിപ്പിക്കണം. അതിന് നഷ്ടപരിഹാരം ഉണ്ടാകില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ ജലപീരങ്കി. പോലീസിൽ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ അടി നടക്കുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ടും നടക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് പേജിലേക്ക് പോകുമ്പോഴത്തേനും ഇതാണ് യഥാർത്ഥ 2 പേജുകൾക്ക് ശേഷമുള്ള ഫ്രണ്ട് പേജ്. അപ്പോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള നമ്മുടെ ഓണക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറൊക്കെയാണ് മാതൃഭൂമി അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന പുല്ലും തുമ്പിയും ഒക്കെ ആയിട്ടുള്ള രസം. പക്ഷെ ഇപ്പൊ എനിക്കിത് പറയുമ്പോഴേ ഈ ഇപ്പൊ ഒരു കണക്കില്ല അല്ലെ. മഴ എപ്പോഴാ പെയ്യണേ എപ്പോഴാ പോണേന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇനി മഴ മാറുമോ, ചിറാപ്പുഞ്ചി പോലെയൊക്കെയായി നമ്മളുടെ അവസ്ഥ. അപ്പൊ അതൊന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടി ഏൽപ്പിച്ച പദവി. വർദ്ധിത വീര്യത്തോടെ അൻവർ തിരിച്ചു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ആ പദവിയിലല്ലല്ലോ വന്നത്. ഉന്നം മുഖ്യമന്ത്രിയാണോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചില്ല. ഞാൻ യുദ്ധം തുടങ്ങിയപ്പോഴേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്നെ വിളിച്ചു. ഇതൊക്കെ വിളിച്ചു പറഞ്ഞേക്കാട്ടോ പുള്ളി. DGP എത്തിയത് അജിത്തിനെ മാറ്റാൻ, വെട്ടിയത് മുഖ്യമന്ത്രി.
ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെതിരെ ഉത്തരം പറയേണ്ടി വരുന്ന അൻവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ മുന മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ച് ഇടത് MLA PV അൻവർ. പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടി ഏൽപ്പിച്ച പദവിയാണെന്ന് ഓർമ്മിപ്പിച്ച് അൻവർ. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ആ പദവിയിൽ വന്നതല്ലെന്നും തുറന്നടിച്ചു. ബുധനാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വർദ്ധിവീര്യത്തോടെ അൻവർ ആഞ്ഞടിച്ചത്. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം നിലപാട് മയപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞില്ല, അന്യൻ. പോലീസുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഓഫീസിൽ നിന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ അറ്റൻഡ് ചെയ്തില്ല. പലതവണ ഫോൺ ഓഫാക്കി വെച്ചു. ഡ്രൈവറുടെയും സ്റ്റാഫിന്റെയും ഗൺമാന്റെയും ഫോണുകൾ ഓഫാക്കി. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ശേഷം ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതിയെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ അതെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും ഏൽപ്പിച്ചു. എവിടെ നിന്ന് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല, അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ പേരിലുള്ള പരാതികളിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടൽ തേടി ബുധനാഴ്ച രാവിലെ AKG സെന്ററിൽ എത്തിയതാണ് MV ഗോവിന്ദനുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി നൽകിയ പരാതിയും കൈമാറി. എല്ലാം പാർട്ടി പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ മറുപടി. അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉന്നയിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കുമെന്നാണ് സൂചന. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. DGP എത്തിയത് അജിത്തിനെ മാറ്റാനാണ്, വെട്ടിയത് മുഖ്യമന്ത്രി എന്നുള്ള ന്യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അത് ക്രമസമാധാന വിഭാഗം ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കാനുള്ള തീരുമാനം മാറ്റിയത് മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമെന്ന് സൂചന. അൻവറിന്റെ 2 ദിവസത്തെ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി ക്രമസമാധാന വിഭാഗത്തിലും മറ്റു ഉന്നത സ്ഥാനങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് കുറിപ്പും പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കി. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഈ കുറിപ്പുമായാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബ് സെക്രട്ടേറിയറ്റിലെത്തിയത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ എന്നാണ് സൂചന. ഇതിനുശേഷമാണ് രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പുണ്ടായത്. പോലീസ് തലപ്പത്ത് മാറ്റമുണ്ടാവില്ല. അപ്പൊ അതിനിടയിൽ VD സതീശൻ പറഞ്ഞാൽ അജിത് കുമാർ RSS നേതാവുമായി ചർച്ച നടത്തി എന്ന് പറയുന്നു. അപ്പോൾ നൈസായിട്ടൊരു പണി ഇങ്ങോട്ട് കിട്ടട്ടെ. ADGP MR അജിത് കുമാർ RSS ഉന്നത നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായാണ് ADGP ചർച്ച നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഇതെന്നും അദ്ദേഹം ചോദിച്ചു. 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച. കൊച്ചിയിൽ ഹോട്ടൽ ഹയാത്തിൽ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് മറ്റൊരു കാറിലാണ് ADGP RSS നേതാവിനെ കാണാനെത്തിയത്. ADGP വഴി മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് RSS ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ചത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. സതീശൻ പറയുന്നു. നൈസ്. വേറൊരു വഴിയിലേക്ക് പോകുന്നു. കാരണം ഇവര് മാത്രം വേണ്ട, എല്ലാവരും കൂടി ഇരിക്കട്ടെ. അത് രസമല്ല, ഒരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അഭിഭാഷകനോട് മോശം പെരുമാറ്റം SIക്ക് 2 മാസം തടവ്. അടിപൊളി. കോടതി ഉത്തരവുമായി പോലീസ് സ്റ്റേഷനിൽ വന്ന അഭിഭാഷകനോട് മോശമായി പെരുമാറിയ പാലക്കാട് ആലത്തൂർ മുൻ SI VR റനീഷിനെ ഹൈക്കോടതി 2 മാസം വെറും തടവിന് ശിക്ഷിച്ചു. എന്നാൽ 1 വർഷത്തേക്ക് സമാനമായ പ്രവൃത്തിയിൽ ഏർപ്പെടാനും പാടില്ല 1 വർഷത്തേക്ക്. രാത്രി പോസ്റ്റ്മോർട്ടം ഉടൻ തുടങ്ങും. സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാത്രി പോസ്റ്റ്മോർട്ടം അടിയന്തരമായി തുടങ്ങാൻ സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോ ഞാനും ഇതുപോലെ നമ്മളിവിടെ അടുത്തൊരാൾ അതേപോലെ ദുർമരണവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ കേട്ടിട്ടുണ്ട്, വൈകുന്നേരം മരിച്ചെങ്കിലും പിറ്റേ ദിവസം 11 മണിക്ക് 12 മണിക്കൊക്കെ ശേഷമാണ് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരാന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അപ്പോളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കൊണ്ടുവരുള്ളൂ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ രാത്രി ഇനി മുതലുണ്ടോ ആ ഒരു ബുദ്ധിമുട്ട് മാറും. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കും. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. ബ്രൂണോയിലേക്ക് പാലമിട്ട് മോദി എന്ന് പറഞ്ഞിട്ട് മോദി ബ്രൂണോയിലായിരുന്നു. അത് അടിപൊളിയാണ്. അതിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് വിഷ്വൽസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് പോകുന്നു. ബ്രൂണോയിലെ തലസ്ഥാനമായ ബന്ദർ സരി ഭഗവാനെയും ചെന്നൈയെയും ബന്ധിപ്പിച്ച് വിമാന സർവീസ് തുടങ്ങും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണോയ് സുൽത്താൻ ഹസനിൽ ബോൾഖയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അടിപൊളി. അതേപോലെ തന്നെ EPS ഏത് ബാങ്കിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ PF അംഗങ്ങളുടെ മറ്റേ ഇതുണ്ടല്ലോ, പെൻഷൻ സ്കീം 95, നമ്മുടെ എംപ്ലോയീസ് പെൻഷൻ സ്കീം 95 പെൻഷൻ അടുത്ത ജനുവരി 1 മുതൽ ഏത് ബാങ്കിന്റെ ഏത് ശാഖയിലൂടെയും വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാർ. ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു. ഇന്ന് കുറച്ച് നീണ്ടുപോയി. നമ്മളുടെ ഇപ്പോഴാണ് 2ലും 3ലും പേജിലെത്തിയത്. നടൻ VP രാമചന്ദ്രൻ അന്തരിച്ചു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സിനിമാ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മരിച്ചു. 81 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി ജേതാവും മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായിരുന്നു. അമേരിക്കൻ കൗൺസിലേറ്റ് ഉദ്യോഗസ്ഥനുമായിരുന്നു. മികച്ച നടനായ രാമചന്ദ്രൻ ടെലിവിഷൻ സീരിയലും ഹ്രസ്വ ചിത്രങ്ങളും നിരവധി നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. അയ്യർ ദി ഗ്രേറ്റ്, അപ്പു, കഥാനായിക, സതയം, യുഗതുർക്കി, ഹരികൃഷ്ണൻസ്, അതിജീവനം തുടങ്ങിയ 19 സിനിമകളിൽ വേഷമിട്ടു. കലിയുഗ എന്ന പേരിൽ സ്വന്തമായ ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. ചെന്നൈ, തിരുവനന്തപുരം, പയ്യന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു പല കാലത്തായി നാടക സമിതിയുടെ പ്രവർത്തനം. VP ധനഞ്ജയൻ സഹോദരനാണ്. അത് അദ്ദേഹം നർത്തകനാണ്. ധനഞ്ജയൻ മാഷ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ അവിടെ പോയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഭാര്യ വത്സ രാമചന്ദ്രൻ, മക്കൾ ദീപു, ദിവ്യ രാമചന്ദ്രൻ. അവര് നർത്തകിയാണ്. വ്യാഴാഴ്ച രാവിലെ 9 മഹാദേവ ഗ്രാമം സ്മൃതിയിലാണ്, പയ്യന്നൂര്. അപ്പോ അതിനെക്കുറിച്ച് പറയുന്നു. 4ലേക്കും 5ലേക്കും പോകുമ്പോൾ PV അൻവറുമായിട്ടുള്ള ഇടിയും ബഹളം നടക്കുന്നു. ശിഹാബ് തങ്ങളുടെ നിലപാട് മതേതരത്തിന് ബലമായി മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇവരുടെ ഇതിന് വന്നിരിക്കുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അൻവറിന് പിന്നിൽ CPM-ലെ ഉന്നതൻ ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നു. അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ വൈദ്യുതി നിരക്ക് രാത്രി വ്യവസായത്തിന് തിരിച്ചടിയാകും. രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി തീർപ്പാക്കി. ബംഗാളി നടിയുടെ പരാതിയിൽ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗിക ക്രമക്കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പരാതിയിൽ ആരോപിച്ച സംഭവം 2009 ജാമ്യം കിട്ടുന്ന കുറ്റമായിരുന്നെന്ന് ഹർജിക്കാരനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ VP വിജയഭാനു ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷനും ഇത് അംഗീകരിച്ചു. തുടർന്ന് ജസ്റ്റിസ് CS ഡയസ് ഹർജി തീർപ്പാക്കുകയായിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റ് ചെയ്താലും രഞ്ജിത്തിന് ജാമ്യത്തിൽ വിടണം. പാലേരി മാണിക്ക് സിനിമയുടെ ഓഡിഷനിൽ വെച്ചാണ് വിളിച്ചു വരുത്തിയത്. അപ്പൊ അദ്ദേഹത്തിന് തീർപ്പാക്കിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ കാര്യമൊന്നുമില്ല, ജാമ്യത്തിൽ വിട്ടേ പറ്റൂ. രഹസ്യമൊഴി രേഖപ്പെടുത്തണം. നടന്മാർക്കെതിരായ കേസ് രഹസ്യമൊഴി രേഖപ്പെടുത്തും. അങ്ങനെയൊക്കെ കുറെ ന്യൂസ് കാര്യങ്ങൾ നടക്കുന്നു. ചരമക്കോളം, അതേപോലെ തന്നെ ഫോർത്ത് പേജിലേക്ക് കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ഓണക്കാലത്ത് 600 കോടിയുടെ വിൽപ്പന ലക്ഷ്യമിട്ട് ഗോപി നന്ദിലത്ത് G-Mart. 1000 കോടി കടന്ന സിയാലിന് റെക്കോർഡ് വരുമാനം. അടിപൊളി. ആരുണ്ട് ഗോൾ അടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവസാന 10 മത്സരങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം നേടിയത് 3 ഗോൾ മാത്രം. ആകെ ഒരു വല്ലാത്തൊരു സീൻ. അവസാനത്തിലേക്ക് വരുമ്പോൾ പരസ്യമാണ് കൂടുതൽ. സംഗീത നാടക അക്കാദമി കലാപം, VT മുരളി രാജിവെച്ചു. ആഷിഖ് കപൂർ, റീമ എന്നിവർക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്തും. മലയാള സിനിമ കടന്നു പോകുന്നത് സങ്കടഘട്ടത്തിലൂടെ, മഞ്ജു വാര്യർ പറയുന്നു. നബിദിനം 16-ാം തീയതി. ഇത്രയും കാര്യങ്ങളാണ്. 15-ാം തീയതി ഓണം, 16-ാം തീയതി നബിദിനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു. വേറൊന്നും പറയാനില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വിജയുടെ ഗോഡ് സിനിമ റിലീസാണ്. ഇന്ന് പരസ്യമൊന്നും കാണുന്നില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോ എല്ലാവരോടും വേറൊന്നും പറയാനില്ല. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്, മറ്റന്നാൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സ്കൂളുണ്ട് മിക്കവർക്കും. അപ്പോൾ വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്.